പുണ്യനബിയെ പല രൂപത്തിൽ നമ്മൾ വായിക്കണം. ചിലപ്പോഴൊക്കെ തോന്നും നമ്മളെക്കാൾ കൂടുതൽ ആഴത്തിൽ ഇതര മതസ്ഥരായ പല ആളുകളും നബിയെ വായിച്ചിട്ടുണ്ടോ എന്ന്. അതിനൊരു ഉദാഹരണമാണ് പാംസുസ്നാനം എന്ന കവിത. വള്ളത്തോളിൻ്റെ കവിതയാണ് പാംസുസ്നാനം. പ്രവാചകരുടെ പ്രബോധന ജീവിതത്തെക്കുറിച്ച് വളരെ വ്യക്തമായി വിശദീകരിക്കുന്നുണ്ട് വള്ളത്തോൾ തൻ്റെ കവിതയിൽ. ആ കവിത തുടങ്ങുന്നത് ഇങ്ങനെയാണ്: ഹാ കണ്ടതിൽ ഈശ്വരത്വം കൽപ്പിച്ചു കൽപ്പിച്ചു നടന്നൊടുക്കം നിരീശ്വരത്വത്തിൽ അടിഞ്ഞു വീണു നിരസ്ത വിശ്വാസര അറേബ്യക്കാർ. കല്ല് കരട് കാഞ്ഞീരക്കുറ്റി മുതൽ മുള്ളുമുരട് മൂർഖൻ പാമ്പ് വരെ ദൈവങ്ങളാണെന്ന് വിശ്വസിച്ച് അവസാനം ദൈവത്തോടുള്ള വിശ്വാസം പോലും നഷ്ടപ്പെട്ട് അബദ്ധജടിലമായ ജീവിതം നയിച്ചിരുന്ന 6-ാം നൂറ്റാണ്ട്. അവിടേക്കാണ് പ്രവാചകർ കടന്നു വരുന്നത് എന്ന് പറഞ്ഞുകൊണ്ടാണ് വള്ളത്തോൾ തൻ്റെ കവിത തുടങ്ങുന്നത്. അതിൻ്റെ അടുത്ത വരി കൂടുതൽ മനോഹരമാണ്: കുറുമ്പ് മാറാത്ത കുറേശി വര്യർ കോതിക്കൊടുത്തേൻ പല വട്ടവും ഞാൻ, ഈ നിങ്ങൾ കൂപ്പും മരമല്ല കല്ലല്ല അല്ലാഹു സർവാധിശക്തനേകൻ. കുറേശികളിലേക്ക് 6-ാം നൂറ്റാണ്ടിലേക്ക് റസൂലുള്ള കടന്നു വന്നുകൊണ്ട് പുതിയൊരു പാഠം പഠിപ്പിച്ചു കൊടുക്കുകയാണ്. ഈ നിങ്ങൾ കൂപ്പും മരമല്ല കല്ലല്ല, നിങ്ങൾ ഈ കൈക്കൂപ്പി വണങ്ങുന്ന കല്ലും മുള്ളും മരവും ഒന്നുമല്ല, ദൈവം ഏകനാണ്, സർവശക്തനാണ് എന്ന്. അന്ന് പ്രവാചകർ അഭിസംബോധന ചെയ്യേണ്ടി വന്ന ആ ജനതയെക്കുറിച്ച് വള്ളത്തോൾ വിശദീകരിക്കുന്നുണ്ട്. കഷ്ടാവമാനങ്ങളിൽ വീഴ്ത്തിടുന്നു കാമാതിരേകാൽ കുല നാരിമാരെ, ആരാധ്യമാരാം അവരമ്മ പെങ്ങന്മാർ എന്നു കാൺമാൻ ഇവർ കൺമിഴിക്ക. തനിക്ക് പറക്കുന്നത് പെൺകുഞ്ഞാണെന്നറിഞ്ഞാൽ അതിനെ ജീവനോടെ കുഴിച്ചുമൂടിയിരുന്ന, പെൺകുഞ്ഞുങ്ങൾ ജനിക്കുന്നത് അപമാനമാണെന്ന് വിശ്വസിച്ചിരുന്നൊരു സമൂഹം, സ്ത്രീകളോട് വളരെ ക്രൂരമായി പെരുമാറുന്ന, ബലാത്സംഗം ചെയ്ത് ആക്രമിച്ച് കൊല ചെയ്യുന്നൊരു സമൂഹം, സ്ത്രീകളുടെ അഭിമാനത്തിന് പുല്ലുവില കൽപ്പിച്ചിരുന്ന കാട്ടാളന്മാർ എന്ന് തന്നെ പറയാം. മാത്രമല്ല, മൃഗോപമന്മാർ പെരുമ കൃഷിക്കു നുകങ്ങൾ വെപ്പു നരർത്തൻ കഴുത്തിൽ. പേരിനും പെരുമക്കും വേണ്ടി സ്വന്തം കൂട്ടുകാരൻ്റെയും സഹോദരൻ്റെയും കഴുത്തിൽ കത്തിവെക്കാൻ മടിക്കാത്തവർ, ഗോത്രക്കുടിപ്പകയുടെ പേരിൽ 40-50 വർഷക്കാലം യുദ്ധം ചെയ്ത് നടന്നിരുന്നൊരു സമൂഹം. ഇങ്ങനെയുള്ളൊരു കാട്ടാള സമൂഹത്തിലേക്കാണ് പ്രവാചകർ നിയോഗിക്കപ്പെടുന്നത്. എന്നിട്ട് അദ്ദേഹം പറയുന്നത്, ഇതൊക്കെയാവാം നിനവ് 1300 കൊല്ലത്തിനു മുമ്പൊരിക്കൽ മക്കായിലെ കൈവഴിയൊന്നിലൂടെ നടന്നു പോകും നബിത്തൻ മനസ്സിൽ. ഈ കാട്ടാള സമുദായത്തെയാണല്ലോ നേരിൻ്റെ, സംസ്കാരത്തിൻ്റെ, ധർമ്മത്തിൻ്റെ, നീതിബോധത്തിൻ്റെ നിലാവെളിച്ചത്തേക്ക് ഞാൻ കൈപിടിച്ചു കൊണ്ടുപോകേണ്ടത് എന്നൊക്കെ ആലോചിച്ചു കൊണ്ടായിരിക്കാം 1400 വർഷങ്ങൾക്ക് മുമ്പ് ആ മക്കയുടെ മരുഭൂമിയിലൂടെ പ്രവാചകർ നടന്നു പോകുമ്പോൾ ചിന്തിച്ചിട്ടുണ്ടാവുക എന്ന് വള്ളത്തോൾ തൻ്റെ കവിതയിലൂടെ പറയുകയാണ്. സഹോദരങ്ങളെ, നബിയെ പല രൂപത്തിൽ നമ്മൾ വായിക്കണം. പല കഥകളിലൂടെ, പല ചരിത്രങ്ങളിലൂടെ, പല സാഹിത്യകാരന്മാരിലൂടെ വായിക്കാൻ കഴിയണം. വള്ളത്തോളിൻ്റെ ഈ കവിതയിലൂടെ വായിക്കുമ്പോൾ വേറിട്ടൊരു അനുഭൂതിയാണ്.